ബിജെപിക്കെതിരെ പരസ്യ വിമർശനവുമായി തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത്. മതേതരത്വം ഭരണഘടന രാജ്യത്തിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പാണ്. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതായും ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഇന്ന് ജബൽപൂരിലാകട്ടെ, മണിപ്പൂരിലാകട്ടെ, അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടഹാറിലാകട്ടെ, എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. മതേതരത്വം എന്നത് ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം മനുഷ്യരുടെ കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നാം ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദുഃഖവെള്ളിയില് ഈ കണ്ണൂർ നഗരത്തിൽ നാം നടത്തിയതുപോലെ ഒരു പരിഹാര പ്രദക്ഷിണം നടത്താൻ അനുവാദമില്ലാത്ത എത്രയോ നഗരങ്ങള് ഈ ഭാരത മണ്ണിലുണ്ട് എന്ന് നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, മുമ്പ് ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയത് ബിജെപി അനുകൂലം എന്ന് പറഞ്ഞ് വലിയ തോതിൽ വിവാദമുണ്ടായത് നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ കൃത്യമായി അദ്ദേഹം വിമർശനങ്ങൾ ഉയർത്തുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് ഈ ദുഃഖവെള്ളി ദിനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി പത്മ, ദുഃഖവെള്ളി ദിനത്തിൽ കണ്ണൂർ നഗരത്തിൽ നടന്ന കുരിശിന്റെ വഴിയുടെ സമാപന സന്ദേശം നൽകുന്നതിനിടയിലാണ് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനം ബിജെപിക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായി ഈ ജബൽപൂരിലെയും മണിപ്പൂരിലെയും ഒക്കെ ക്രൈസ്തവർ നേരിടുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. പലപ്പോഴും ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവരുടെ കണ്ണീര് നമ്മൾ കാണുകയാണ്. ആ കണ്ണീരിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദുഃഖവെള്ളി ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം നമ്മുടെ നാടിന് നൽകുന്ന, ഭരണഘടന നമ്മുടെ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതാണ് സാഹചര്യം എന്നിരിക്കെ പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ട്. ആ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്ന വിമർശനമാണ് തലശ്ശേരി ബിഷപ്പ് പ്രധാനമായും നടത്തുന്നത്. അദ്ദേഹം ജബൽപൂരിലെയും മണിപ്പൂരിലെയും ഒക്കെ ഈ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സംഭവത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നത്. അതിനുശേഷം ഈ ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഈ ഒരു കുരിശിന്റെ വഴി പോലെ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഒരു ചടങ്ങ് നടത്താൻ പോലും സാധിക്കാത്ത സാഹചര്യം ഇന്നുമുണ്ട്. കണ്ണൂരിൽ ഇന്ന് നടത്തിയ കുരിശിന്റെ വഴി പോലെ നടത്താൻ പറ്റാത്ത എത്രയോ നഗരങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലും ഉണ്ട് എന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. ശക്തമായ ബിജെപി വിമർശനം നടത്തിയിരിക്കുന്നു. ജോസഫ് പാംബ്ലാനി വിവരങ്ങൾ നൽകുകയായിരുന്നു. നിഖിൽ അളവൂർ.